കേക്കിൽ എഴുതിക്കുന്ന നോക്കൂ. അയ്യോ എനിക്ക് എല്ലാരും എനിക്ക് തരാം. അങ്ങനെ ഫസ്റ്റ് ഞാൻ ജാൻവിക്ക് ജൂൺ 24 കൊടുക്കേണ്ട സാധനം ഇന്ന് ജൂൺ 13 ആയിട്ടില്ല. അതിന് മുന്നേ 2 പ്രാവശ്യം എനിക്ക് തന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തംബ്നെയിലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പൂപ്പിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ലുലുവിലെ കാഴ്ചകളൊക്കെ കാണിക്കുന്നതിന് മുന്നേ ഞാൻ പൂപ്പിക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ലുലുവിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തും. ഓക്കെ, അത് കണ്ടിട്ട് വരൂ. അപ്പം നമ്മളിപ്പോൾ വെസ്റ്റ് സൈഡിൽ വന്നേക്കുക പൂപ്പിയുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ. അപ്പോൾ എൻ്റെ കൂടെ ഡുപ്പി ഉണ്ട്. ഡുപ്പി എന്ന് പറഞ്ഞാൽ പവിത്ര. അവളുടെ ഗിഫ്റ്റ് അവൾ ഓൾറെഡി ബഹ്റിനിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കിപ്പം പുണ്യക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. ഞാൻ അതുകൊണ്ട് ഒരു ഡ്രസ്സ് മേടിക്കാമെന്ന് വെച്ചു. കാരണം അവൾക്ക് ഡ്രസ്സിനോട് ഭയങ്കര ക്രേസ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ പോകാൻ വിടാനായാലും അതവൾക്ക് നല്ലതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രസ്സ് മേടിക്കാമെന്ന്. സോ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. കമോൺ. പൂപ്പിക്ക് ഞങ്ങളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നി. കാരണം അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ബർത്ത്ഡേ വ്ളോഗിൽ ബർത്ത്ഡേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. അവളെ കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഇടിയിപ്പിക്കാൻ പറ്റിയ സ്ഥലത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇടിയിപ്പിച്ച് നോക്കാം. ഞാനിവളെ കണ്ടുമുട്ടി ഗൈസ്. ഞങ്ങൾ കാറ് കളിക്കാൻ പോവാ. ഇതിന്റെ മുഖം കാണിക്ക്. പിണങ്ങല്ലേ. ഇനി നമ്മൾ ഇത് കളിക്കാൻ പോവാ. കാർ. ഞങ്ങൾ ലുലുവിൽ വന്നത് ബൗളിംഗ് കളിക്കാനാണ്. പക്ഷെ ഇവിടുത്തെ ബൗളിംഗ് മെയിൻ്റനൻസിലായിരുന്നു. സോ നമ്മൾ ഇപ്പോ പൂപ്പിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. പൂപ്പിനെ നൈസായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അവൾ അവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. സോ ഞങ്ങളിപ്പോൾ കെഫിക്കാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലാണ്. ഞങ്ങൾ ഇന്നലെ വിളിച്ചിട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 7 സീറ്റ് ഓൾറെഡി റിസർവ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കുട്ടി ഡെക്കറേഷൻ, ഭയങ്കര ഞങ്ങൾ വണ്ടിയിലിരുന്ന് വീർപ്പിച്ചോണ്ടൊക്കെയാ വന്നത്. ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എന്താ ബലൂൺ ഊതിക്കൊണ്ടാ വന്നേ. കാരണം അവൾക്ക് ഓൾറെഡി നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, നമുക്ക് നോക്കാം അവളുടെ റിയാക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവളെ നമ്മൾ നൈസായിട്ട് എനിക്ക് തോന്നി ചിലപ്പോ പറയായിരിക്കും. എന്തായാലും അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും അറിയാൻ വെയിറ്റിംഗാ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കേക്ക് ഉണ്ട് ഇവിടെ. ചീസ് കേക്ക്. അതെ, റൈറ്റിംഗ് കുറച്ച് സ്പെഷ്യൽ ആണ് ഗൈസ്. സ്മോൾ ബൂബ്സ് ആൻഡ് ബിഗ് ഹാർട്ട്. ഇത് അവള് കണ്ടിട്ട് എന്തായിരിക്കും അറിയില്ല. എന്തായാലും നോക്കാം അവളുടെ റിയാക്ഷൻ എന്താന്ന് കാണാൻ വെയിറ്റിംഗാ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതില് അയ്യേ വയസ്സായി എന്ന് എഴുതാമെന്ന്. പക്ഷെ അത് അത്ര ഫൺ ഉണ്ടാവില്ല ഇതുപോലെ. ഇത് ആരാ കണ്ടുപിടിച്ചെന്നറിയോ? ഇല്ലത്തെ മേനോ. ദൈവമേ, ടെൻഷനാവുന്നു അവളത് കാണുമ്പോ. എനിക്കറിയില്ല, ഞാൻ വേറെന്താ പറഞ്ഞ എന്താ ഓൾഡ് ഇനഫ് ടു ഗെറ്റ് മാരീഡ്. അങ്ങനെ ഇനി എന്റെ തലയിലേക്ക് ഇടും. നീയല്ലേ പറഞ്ഞത് ഓൾഡ് ഇനഫ് ടു ഹാവ് കിഡ്സ്. അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇതിടാം. ഇതിൽ അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം. എനിക്ക് നക്കാൻ തോന്നുന്നു കേക്ക്. ഹായ് ഹായ്. ഇല്ല, അപ്പൊ അവൾക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി
അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. നാട്ടിൽ പോകുന്ന പറഞ്ഞോണ്ട് നമ്മളിങ്ങനെ പേടിച്ചു. കേക്ക് കേക്കിൽ എഴുതിയിട്ട് നോക്കൂ. അതെ നോക്ക്, അത് ആരുടെ ഐഡിയ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നല്ല സർപ്രൈസ് കാരണം എനിക്ക് ഞങ്ങളുടെ ദിവസം എനിക്ക് ഓൾറെഡി ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. അയ്യോ ഓക്കെ. ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു എന്തിനാ കഫേയിൽ വരുന്ന നമ്മള് ബൗളിങ്ങിന് പോകുന്നല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു നിനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടായിരിക്കും വരുന്നത്. ഇല്ല എനിക്ക് മനസ്സിലായി. നമ്മൾ മനസ്സിലായെന്നാ വിചാരിച്ചു നിനക്ക്. ഓക്കെ, മനസ്സിലായില്ല. അപ്പൊ നമ്മൾ ജയിച്ചിരിക്കുന്നു. പക്ഷെ ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എനിക്ക് എല്ലാരും എനിക്ക് തരാം. അങ്ങനെ ഫസ്റ്റ് ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് തരുന്നോണ്ട് ഞാൻ കാര്യം പറയട്ടെ. ഇത് ഓൾറെഡി എനിക്ക് തന്നതാ. ഇത് ജാൻവിന്റെ ഗിഫ്റ്റാ. എനിക്കും ജാൻവിക്കും ജൂണിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും ഈ സെയിം സാധനം സാധനം എനിക്ക് തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇപ്പൊ വീഡിയോ കാണിക്കാൻ വേണ്ടി പിന്നെ ഈ സെയിം സാധനം വീട്ടിലെടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ മുറിക്കട്ടെ ഗൈസ്. എന്റെ ബർത്ത്ഡേ കൂടെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്റെ ബർത്ത്ഡേ ആയിട്ടില്ലല്ലോ. എന്റെ ബർത്ത്ഡേ ആവാറായല്ലോ. ഫ്യൂ മോർ ഡേയ്സ് ഗൈസ്. തോന്നുന്നു ഞാൻ മിക്കവാറും ഈ ആഴ്ച ഫുള്ള് പോകുന്ന തോന്നുന്നത്. ഉറപ്പില്ല. ടിക്കറ്റ് എടുക്കണം ജൂലൈ 3 മുന്നേ. ഞാൻ നിന്റെ ഇല്ല. എന്റെ ഞാൻ അത് പോയിന്റാ നമുക്ക് 0. ആ കറക്റ്റ്. എന്റെ കോമഡി കളി ഇതെടുത്തോ. ദൈവമേ, ആ ഉണ്ട തന്നെ. അമ്മമാര് വേറെ സീനാട്ടെ. ഇവന്മാര് ലീഗാ. ഇത് വീഴും. സീറോ ഉണ്ട. കൊച്ചു എടാ നമ്മുടെ ബൗളിംഗ് ആയിരുന്നില്ലേ? മറന്നേ. ബൗളിംഗ് കഴിഞ്ഞു ഗൈസ്. പൂപ്പി ജയിച്ചു, ഞാൻ തോറ്റു. ഞാൻ 4ാം സ്ഥാനേ ഉള്ളൂ. പൂപ്പി ഫസ്റ്റ്. ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ വീട്ടിൽ പോണം. എന്താ എന്നോട് എന്തൊക്കെയോ കൈകൊണ്ട് കോപ്രായം കാണിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. കൊച്ചു അത്രേ ഉള്ളൂ. പൂപ്പി ജയിച്ചു, ഞാൻ 4ാം സ്ഥാനമായിരുന്നു. ഇനിയിപ്പോ വീട്ടിൽ പോണം. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി അറിയിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇവൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ളതായിരുന്നു. അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. എനിക്ക് എന്താ പറയാ, ഇതുവരെ ഉണ്ടായിരുന്ന ബർത്ത്ഡേയില് ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് അങ്ങനെ സർപ്രൈസുകള് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് എന്തായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ നമ്മൾ ജയിച്ചിരിക്കുന്നു ടുപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവള് സർപ്രൈസ് ആയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. വിചാരിച്ചു അവള് കണ്ടുപിടിച്ച് ചെലപ്പോ ഡൗട്ട് ആവുമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഇതുപോലെ ഡ്രസ്സ് ഓൾറെഡി ഞാൻ മുന്നേ അതായത് കണ്ടിട്ട് എടുക്കണം എന്ന് വിചാരിച്ച ഡ്രസ്സ് തന്നെയാണ് എനിക്ക് മേടിച്ചെന്ന്. സോ പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് രണ്ടുപേർക്കും ഒരേ പെർഫ്യൂം മേടിച്ചത് ഓൾറെഡി എനിക്ക് 3-4 ദിവസം മുന്നേ തന്ന് അത് വീണ്ടും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എനിക്ക് തന്നത്. ജാൻവിക്ക് ജൂൺ 24 കൊടുക്കേണ്ട സാധനം ജൂൺ 13 ആയിട്ടില്ല. അതിന് മുന്നേ 2 പ്രാവശ്യം എനിക്ക് തന്നു. താങ്ക് യു പവി.
ഇതിൽ കൂടുതൽ നിന്നെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു ഇന്ന്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് കരഞ്ഞായിരുന്നു. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേര് കരഞ്ഞു, ഞാൻ മാത്രമേ കരണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർപ്രൈസ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.